ഫ്രണ്ട്സേ, ധന്യാണേ, ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഇങ്ങനെയൊരു യുദ്ധത്തിൻ്റെയും അല്ലെങ്കിൽ യുദ്ധക്കെടുതികളുടെയും ന്യൂസ് കാണാനിടയായത് കേട്ടോ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. യുദ്ധകൊതിയനായ ട്രംപും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ അധികാരം വേണമെന്ന് പറയുന്ന രാക്ഷസനായ നെതന്യാഹു ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു ലോകം തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇറാനെ ഇസ്രയേൽ ഒന്ന് തോണ്ടി ഇറാൻ എല്ലായിടത്തും പോയി എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് പിന്നെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതില് ബലിയേടാവുന്നത് 51 കുട്ടികളാണ് കേട്ടോ ഇപ്പം മരിച്ചിരിക്കുന്നത്. ഒരുപാട് വലിയ വലിയ, അതായത് ഒരുപാട് മുതിർന്ന ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവർക്ക് കൊല്ലാൻ കഴിയുന്നത്? ഈ ഒരു ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ഒരു യുദ്ധക്കൊതിയനും അതുപോലെ തന്നെ അധികാരമോഹിയുമായ ഇവരെയാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്. അല്ലാതെ ഇത്രയും നിസ്സഹായരായ ആളുകളെ ഒന്നുറങ്ങി എണീക്കുമ്പോഴേക്കും ജീവൻ പോകുന്നൊരവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുക അല്ലേ? ഇനി നോക്കിക്കോ, ദിനംപ്രതി എല്ലാ സാധനങ്ങൾക്കും വില കൂടും. ഇപ്പോൾ ഇന്ധനങ്ങൾക്ക് വില കൂടും, അതുപോലെ ഉപയോഗ സാധനങ്ങൾക്ക് വില കൂടും, എല്ലാ കാര്യങ്ങൾക്കും ഇനി വില കൂടുക തന്നെ ചെയ്യും. പക്ഷെ ഒരു മനുഷ്യ ആയുസ് മുഴുവൻ പിന്നെ എന്താ പറയുക, അധ്വാനിച്ച് തീർക്കേണ്ട അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഫലങ്ങളൊന്നും വെറും ഒരു തീപ്പൊരിയായിട്ട് മാറാന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും അല്ലേ? ഒരുപാട് പ്രവാസികൾ നമ്മുടെ വിദേശത്തുണ്ട്. അവരെല്ലാവരോടും ഞാൻ ചോദിക്കണം, നിങ്ങളെല്ലാവരും സേഫ് അല്ലേ? ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഞാൻ സേഫാണ്, ഞങ്ങൾ ഓക്കെ ആണെന്നൊരു കമൻറ്റ്സ് ഇടണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഓരോ ആളുകളെയും പരിചയം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എന്നൊരു കുടുംബത്തിലൊരു സഹോദരിയെ പോലെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ എന്നോട് ധന്യ സുഖമല്ലേ എന്ന് കുശലം അന്വേഷിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇത്രയും വലിയൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരെയോടും സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ആരുടെയും നമ്പറില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, വിദേശത്തുള്ള ഓരോരുത്തരും ധന്യ ഞങ്ങൾ ഓക്കെയാണ്, സേഫാണെന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനമായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ണിയപ്പം കച്ചവടം ചെയ്ത് 2 മണിയാകുമ്പോൾ ഞാൻ എത്തിയ സമയത്താണ് ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നുള്ളൂ. അപ്പോഴേക്കും ഉണ്ട് പിന്നെ ഇറാൻ ഇസ്രയേലാണ് ആദ്യം പോയിട്ട് ഇറാനെ പിടിച്ച് തോണ്ടിയത്. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? വെറുതെ ഒന്നും ഇരുന്നില്ല, ഇറാന് പറ്റുന്നതൊക്കെ ഇറാനും ചെയ്തു. അപ്പോൾ എനിക്ക് പറയുന്നത്, ഈ ട്രംപിനെയും ഈ നെതന്യാഹുവിനെയൊക്കെ ഈ ഒരു രക്തദാഹികളായ ഈ മനുഷ്യരുണ്ടല്ലോ, അവരെയൊക്കെ എന്താ ദൈവമേ നീ നേരത്തെ കൊണ്ടുപോകാത്തത്? ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എനിക്ക് തന്നെ വല്ലാത്തൊരു നടുങ്ങലാണ്. എന്താ വെച്ചാൽ ഇവിടുത്തെ മലയാളികളായ ഒരുപാട് ആളുകൾ, മലയാളി മാത്രമല്ല ഇന്ത്യയിലുള്ള ആളുകൾ മുഴുവനും, ഏകദേശം ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവനവൻ്റെ വയറ്റിപ്പഴപ്പിനായിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കി. ഇന്നിപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിച്ച ഒരാൾ 11 മണിക്ക് പോകും എന്നാണ് പറഞ്ഞത്, അതായത് വിദേശത്തേക്ക് പോകണം. അദ്ദേഹം പോയോ ഇല്ലയോ എന്ന് കൂടെ എനിക്കറിയില്ല. എന്താ വെച്ചാൽ വിളിച്ച് ചോദിക്കാൻ ഒരു മടിയായിട്ട്. കാരണം അദ്ദേഹം പിന്നെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? എത്രയോ ആളുകൾ വിമാനത്താവളത്തിൽ നിന്ന് റിട്ടേൺ വന്നു, പോയ വിമാനം റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞു. എത്ര പാവങ്ങളുടെ വയറ്റത്താണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത്? എത്ര ആളുകളുടെ ജീവനാണ് ഈ ഒരു അവസരത്തിൽ പോയിരിക്കുന്നത്? നമുക്കൊക്കെ ഇങ്ങനെ വിതമ്പാനും വിലപിക്കാനും മാത്രമേ കഴിയുള്ളൂ, നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല. പക്ഷേ പ്രാർത്ഥന എന്നൊരു കാര്യമുണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുക. താൻ പാതി ദൈവം പാതി എന്നാണ്. ആരുടെയാണോ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ.